വനങ്ങളെക്കുറിച്ച് ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുണ്ടാകും. 100 മുതൽ 200 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ 25 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ജാപ്പനീസ് മാതൃക മിയാവാക്കി. ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ അക്കിറ മിയാവാക്കിയാണ് ഈ ആശയത്തിന് പിന്നിൽ. ജപ്പാനിലും മറ്റൊട്ടനേക രാജ്യങ്ങളിലുമായി അനേകം ചെറുകാടുകൾ കുറഞ്ഞ കാലയളവിൽ മിയാവാക്കി സൃഷ്ടിച്ചെടുത്തിരുന്നു. അക്കിറ മിയാവാക്കിയുടെ സ്പർശം ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് 100 കണക്കിന് മിയാവാക്കികൾ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഹരി. നഗരത്തിന് നടുവിൽ ഒരു കാടുണ്ടാക്കി അതിനുള്ളിലാണ് ഹരിയുടെ താമസം. കേരളത്തിന് പുറത്തും അദ്ദേഹവും ടീമും മിയാവാക്കി വനങ്ങൾ സൃഷ്ടിച്ചെടുത്തു. ചെറിയ ചിലവിൽ കുറച്ച് സ്ഥലത്ത് മിയാവാക്കി ഒരുക്കാനാകുമെന്ന് ഹരി പറയുന്നു. മൊത്തത്തിൽ നമുക്കൊരു മരവും ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കൊരു മാനസിക സന്തോഷം ഇത് കാണുമ്പോൾ കിട്ടും. അന്തരീക്ഷ താപനില അതൊരു 25-30 ഡിഗ്രി, ഇപ്പോൾ 25 ഡിഗ്രിയാണ്. 30 ഡിഗ്രിക്ക് അപ്പുറം അത് പോകാനുള്ള ഒരു ചാൻസ് ഉള്ള കുറവാണ് ഈ മരങ്ങളുള്ള പ്രദേശങ്ങളിൽ. രണ്ടാമത്തെ എയർ ക്വാളിറ്റി ഒരു 2-നും 4-നും ഇടയ്ക്കാണ്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. മിയാവാക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഹരി ജപ്പാനിലെത്തി അക്കിറ മിയാവാക്കി സന്ദർശിച്ചു. സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമല്ലെന്നതാണ് മിയാവാക്കിയുടെ പ്രധാന സവിശേഷത. ആഗോളതാപനം ചെറുക്കാനും സുനാമിയെ പ്രതിരോധിക്കാനും പല രാജ്യങ്ങളും മിയാവാക്കി മാതൃക പിന്തുടരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് കാടിനെ അടുത്തറിയാൻ മിയാവാക്കി വലിയ തോതിൽ സഹായിക്കും. വെറും 10,000 രൂപയ്ക്കും ഒരു കൊച്ചു കാടൊരുക്കാം. മനസ്സിനും ശരീരത്തിനും കുളിരേകുന്ന മിയാവാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.